ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബീന മത്തായി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഒരു കിൻവ പുലാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചോറിന് പകരം കഴിക്കാവുന്ന ഒരു നല്ല പ്രോട്ടീൻ നിറഞ്ഞ ഒരു ധാന്യമാണ്. ഇത് നമുക്ക് ചിക്കൻ കറി, ബീഫ് കറി, ഫിഷ് കറി അല്ലെങ്കിൽ ജസ്റ്റ് റൈത്ത ആൻഡ് അച്ചാർ ഇത് കൂട്ടി വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ ഈസി കിൻവ പുലാവ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. ഒരു നാടൻ രീതിയിൽ ഈ കിൻവ പുലാവ് ഉണ്ടാക്കാനായി നമുക്ക് 2 കപ്പ് കിൻവ അത് ഒരു ബോളിലേക്ക് എടുത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. 2-3 വട്ടം കഴുകണം. കഴുകിയതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് ഇതിനെ കുതിർക്കാനായി വെക്കണം. 15 മിനിറ്റിന് ശേഷം ഒരു അരിപ്പയിലേക്ക് അരിച്ച് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാനായി ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം കറുവപ്പട്ട, 3-4 ഏലക്ക, 4-5 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഇവയെല്ലാം ഇട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. 1 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ 2 പച്ചമുളക് അല്ലെങ്കിൽ ഒരു വലിയ ഹാലോപ്പിനോ പെപ്പർ, അതാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. അതും ചേർത്ത് 1 മിനിറ്റ് നന്നായി ഇളക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ച ചൊവയൊന്ന് മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച കിൻവ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഹീറ്റിൽ ഈ കിൻവയെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി, കരിഞ്ഞു പോകാതെ ഇളക്കി നമുക്കതിനെ ആ വെള്ളമെല്ലാം ഒന്ന് തോർന്ന് വരണം. കിൻവ ഒന്ന് വറന്ന് വരണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഫ്രോസൺ വെജിറ്റബിൾ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രോസൺ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ യൂസ് ചെയ്യാം. ഇത് 12 ഔൺസിൻ്റെ ഒരു ബാഗാണ്. ഞാൻ ഇതുപോലത്തെ 2 ബാഗ് ഫ്രോസൺ വെജിറ്റബിൾ യൂസ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനകത്ത് ഇനിയും സ്പൈസ് പൗഡേഴ്സ് ഇടണം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആദ്യം ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഈ ചിക്കൻ മസാല ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ കിൻവ പുലാവിന് കിട്ടും. ഇതെല്ലാം ചേർത്ത് വീണ്ടും 1-2 മിനിറ്റ് നന്നായി ഇളക്കുക. നമ്മുടെ ഇട്ട പൊടികളുടെ പച്ചച്ചോവ എല്ലാം മാറാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം. നമ്മൾ 2 കപ്പ് കിൻവയാണ് എടുത്തിരിക്കുന്നത്. അതിനായി നമുക്ക് 4 കപ്പ് വെള്ളം യൂസ് ചെയ്യാം. ചിലപ്പോൾ ചില കിൻവയ്ക്ക് 3 കപ്പ് മതിയായിരിക്കും, പക്ഷെ 4 കപ്പായാലും കുഴപ്പമില്ല. ഞാനിവിടെ 4 കപ്പ് വെള്ളം ചേർത്ത് പിന്നെ ഒരു 1/2 നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി ഇളക്കി ഇനി നമുക്ക് വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്നുകൂടെ നോക്കാം. ഇച്ചിരി കൂടെ ഉപ്പ്, എരിവ്, ഗരം മസാല അല്ല ചിക്കൻ മസാല എന്തെങ്കിലും ആഡ് ചെയ്യണോ? നമ്മുടെ ടേസ്റ്റ് എല്ലാവരുടെയും വ്യത്യാസമാണല്ലോ.
നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വീണ്ടും ആഡ് ചെയ്യാം. ആവശ്യമുള്ള പൗഡർ, ഉപ്പ് എല്ലാം ആഡ് ചെയ്ത് വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മൾ ചെറിയ തീയിലേക്ക് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് 20 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. 20 മിനിറ്റിന് ശേഷം നോക്കിക്കേ, ഇത് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് എല്ലാം നന്നായി ഒന്ന് ഇളക്കി പച്ചക്കറികളും നമ്മുടെ മസാലകളും കിൻവായും എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക. തീ ഇല്ലാതെ അടച്ച് 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഈസി ആയിട്ടുണ്ടാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഈ കിൻവ പുലാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. നിങ്ങളുടെ ലൈക്ക് ആൻഡ് ഷെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ പോവുകയുള്ളൂ. ഇനിയും അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.